الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا آمين يا رب العالمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. ഓക്കെ, തുടങ്ങാം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വെള്ളം ഇസ്ലാമിക നിയമപ്രകാരം കുറഞ്ഞ വെള്ളം, കൂടുതൽ വെള്ളം, ഈ രണ്ട് വെള്ളങ്ങളും എങ്ങനെയാണ് മലിനമാവുക എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. കുറഞ്ഞ വെള്ളം എന്ന് ഇസ്ലാമിക വീക്ഷണപ്രകാരം 2 കുല്ലത്തിൽ കുറവുള്ള വെള്ളത്തിനാണ് കുറഞ്ഞ വെള്ളം എന്ന് പറയുക. ഏകദേശം ഒരു 200 ലിറ്റർ വെള്ളം, 2 കുല്ലത്തിൽ കുറവുള്ള വെള്ളത്തിന്. അപ്പോൾ 100 ലിറ്റർ വെള്ളമുണ്ട്, അത് കുറഞ്ഞ വെള്ളമാണ്. 300 ലിറ്റർ വെള്ളമുണ്ട്, അത് അധികരിച്ച വെള്ളമാണ്. നമ്മളുടെ ദൃഷ്ടിയിൽ കുറഞ്ഞ വെള്ളം, കൂടുതൽ വെള്ളം എന്ന് പറയുന്നതല്ല മതപരമായ വീക്ഷണപ്രകാരം കുറഞ്ഞ വെള്ളവും കൂടുതൽ വെള്ളവും. അപ്പോൾ കുറഞ്ഞ വെള്ളം എങ്ങനെയാണ് മലിനമാവുക? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, ത്വഹൂറായ വെള്ളം കൊണ്ടാണ് വുളു എടുക്കേണ്ടത്. ത്വഹൂറായ വെള്ളം എന്ന് പറഞ്ഞാൽ സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധീകരിക്കാൻ പറ്റുന്നതുമായ വെള്ളം. എന്നാൽ വെള്ളം ത്വാഹിറായ വെള്ളമുണ്ട്, അത് സ്വയം ശുദ്ധിയുണ്ട്, മറ്റൊന്നിനെ ശുദ്ധീകരിക്കാൻ കഴിയില്ല. നാളികേര വെള്ളം, നാരങ്ങ വെള്ളം, ചായ, ജ്യൂസ് തുടങ്ങിയ അതും ദ്രാവകങ്ങളാണ്. ഫറദിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളമുണ്ട്, മുസ്തഅമലായ വെള്ളം. അതുപോലെ മലിനജലവും ഉണ്ട്. ഫറദിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളം വുളു എടുക്കാൻ പറ്റൂല, മലിനജലം വുളു എടുക്കാൻ പറ്റൂല, ശുദ്ധിയുള്ള സ്വയം ശുദ്ധിയുള്ള വെള്ളം വുളു എടുക്കാൻ പറ്റൂല. ത്വഹൂറായ വെള്ളം കൊണ്ട് മാത്രമേ വുളു എടുക്കാൻ പറ്റൂ. എന്നാൽ ഈ ത്വഹൂറായ വെള്ളം ചിലപ്പോൾ മലിനജലമായി മാറും. അത് 2 കുല്ലത്തിൽ കുറവുള്ള വെള്ളവും മലിനമാകും, 2 കുല്ലത്തിൽ കൂടുതലുള്ള വെള്ളവും മലിനമാകും. രണ്ടും ഒരേ രൂപത്തിലല്ല മലിനജലം ആയി മാറുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? യെസ്. പുതിയൊരാളുണ്ടല്ലോ, സക്കി ഹംദാൻ. ഞാൻ പഴയ ബാച്ച്
ആ ഓക്കെ ഓക്കെ. ആ നമ്മൾ ഇപ്പോൾ ഈ ഭാഗം നോക്കുക. നിങ്ങൾക്ക് ഇത് എത്തിയിട്ടില്ലെങ്കിൽ ഇതിൻ്റെ മുമ്പുള്ളത് നമ്മൾ പറയും കേട്ടോ. ഇപ്പോൾ ഈ ഭാഗം ഏ ആ ഇവിടെ തന്നെ ഓക്കെ. കുഴപ്പമില്ല. എവിടെ സാഹിദ ക്ലിയർ അല്ലേ? സുബൈർക്ക, ഹഫീസ്, യെസ്. നജസിനെ കുറിച്ചല്ല നമ്മളിപ്പോൾ പറയുന്നത്, വെള്ളം മലിനമാകുന്നതിനെ കുറിച്ചാണ്. നജസ് നമ്മൾ അടുത്ത ക്ലാസ്സിലാണ് പറയാം. അപ്പോൾ നമുക്കവിടെ വ്യത്യസ്ത തരം നജസുകളെ കുറിച്ച് ചർച്ച ചെയ്യണം. നജസുകൾ ശുദ്ധിയാക്കാൻ പറ്റുമോ, മുതനജ്ജിസ് ശുദ്ധിയാക്കാൻ പറ്റുമോ, മലിനജലം ശുദ്ധിയാക്കാൻ പറ്റുമോ എന്നൊക്കെ, മുസ്തഅമൽ തൊഹൂറാക്കാൻ പറ്റുമോ എന്നൊക്കെ നമ്മൾ അവിടെ ചർച്ച ചെയ്യും. ഓക്കെ, അപ്പോൾ പോവാം. ഫസ്ലുൻ ഒരധ്യായമാണ്. ഫീമ ചില കാര്യങ്ങളിൽ പറയുന്ന അധ്യായമാണ്. ചില വിഷയങ്ങളിൽ പറയുന്ന അധ്യായമാണ്. എങ്ങനെയുള്ള ചില വിഷയങ്ങളാണ്? യുനജ്ജിസു അവ മലിനമാക്കും, അൽമാ വെള്ളത്തിനെ. അപ്പോൾ ടോട്ടൽ വെള്ളത്തിനെ മലിനമാക്കുന്ന വിഷയങ്ങളിൽ, വസ്തുക്കളിൽ പറയുന്ന അധ്യായമാണ്. ഹെഡിങ് ഓക്കെ അല്ലേ? ഹെഡിങ് ഓക്കെ അല്ലേ? വെള്ളത്തിനെ മലിനമാക്കുന്ന വസ്തുക്കളിൽ, വിഷയങ്ങളിൽ പറയുന്ന അധ്യായമാണ്. നോക്കാം. വയൻജുസു മലിനമാകും, അൽ മാ ഉൽ ഖലീലു കുറഞ്ഞ വെള്ളം. 2 കുല്ലത്തിൽ കുറവുള്ള വെള്ളത്തിനാണ് കുറഞ്ഞ വെള്ളം എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ വിശദീകരിച്ചു, ഇനി അതിലേക്ക് കടക്കുന്നില്ല. വഗൈറുഹു മിനൽ മാഇ ആതി, മറ്റു ദ്രാവകങ്ങളിൽ നിന്നും കുറഞ്ഞതല്ലാത്തതും, കുറഞ്ഞ വെള്ളമല്ലാത്തതും. അപ്പോൾ നാരങ്ങ വെള്ളം, സർവത്ത്, ജ്യൂസ്, എന്തെല്ലാം ദ്രാവകങ്ങളുണ്ടോ, മാഇ ആത്ത് എന്ന് പറഞ്ഞ ദ്രാവകം, ഖരമല്ല, വാതകവും അല്ല. 3 സംഗതികളാണ് ലോകത്തുള്ളത്: ഖരം, ദ്രാവകം, വാതകം. അപ്പം മറ്റു ദ്രാവകങ്ങളും കുറഞ്ഞ വെള്ളവും മലിനമാകും. വലൗബി തക്മീലിഹി, കുറഞ്ഞ വെള്ളമല്ലാത്ത മറ്റു ദ്രാവകങ്ങളെ പൂർത്തീകരിക്കൽ കൊണ്ടാണെങ്കിലും ശരി. കുല്ലത്തൈനി 2 കുല്ലത്തുണ്ട്. അപ്പോൾ സർവത്ത് 300 ലിറ്റർ സർവത്തുണ്ട്. അല്ലെങ്കിൽ 100 ലിറ്റർ ശുദ്ധജലമുണ്ട്, തൊഹൂറായ വെള്ളമുണ്ട്. അപ്പോൾ കുറഞ്ഞ വെള്ളവും മറ്റു ദ്രാവകങ്ങളും, അത് 2 കുല്ലത്താണെങ്കിലും ശരി, അത് 2 കുല്ലത്തെത്തിയിട്ടുണ്ടെങ്കിലും ശരി, ആ ഈ പറയപ്പെട്ട വെള്ളങ്ങൾ നജസാകും. എങ്ങനെ നജസാകും? ബിവുഖൂഇ നജാസത്തി ഫീഹി, മാലിന്യം അതിൽ വീഴൽ കൊണ്ട്. മാലിന്യം, നജസ് വെള്ളത്തിൽ വീഴൽ കൊണ്ട് തന്നെ ആ വെള്ളം മലിനജലമായി മാറും. ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കാൻ പറ്റില്ല. സവാഉൻ, ശ്രദ്ധിക്കണേ, സവാഉൻ സമമാണ്, കണക്കാണ്. ഗയ്യറത്ത്, ആ നജസ് വ്യത്യാസപ്പെടുത്തലും, ഹു വെള്ളത്തിനെ, ഔ ലം തുഗയ്യിറുഹു അത് വ്യത്യാസപ്പെടുത്താതിരിക്കലും. ആ നജസ് ആ വെള്ളത്തിനെ വ്യത്യാസം വരുത്തിയിട്ടുണ്ടെങ്കിലും കണക്കാണ്, വ്യത്യാസം വരുത്തിയിട്ടില്ലെങ്കിലും കണക്കാണ്. കുറഞ്ഞ വെള്ളവും അധികരിച്ച മറ്റ് ദ്രാവകങ്ങളുമെല്ലാം നജസ് വീഴൽ കൊണ്ട് തന്നെ മലിനമാകും. ക്ലിയർ ആണോ? ഓക്കെ ആണോ? എവിടെ സക്കി? ഓക്കെ അല്ലേ? ആ പറയണേ, അല്ലെങ്കിൽ ഇങ്ങനെ
ഈ ഇതിങ്ങനെ ചിഹ്നട്ടാൽ മതി, ലൈക്കിൻ്റെ ചിഹ്നം ഇങ്ങനെ വാരി വിതറുക, അപ്പോൾ മനസ്സിലാവും, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പം കുറഞ്ഞ വെള്ളത്തിൽ നജസ് വീഴൽ കൊണ്ട് തന്നെ അതാ വെള്ളത്തിനെ വ്യത്യാസപ്പെടുത്തിയാലും, വെള്ളത്തിൻ്റെ നിറത്തിന് വ്യത്യാസപ്പെടുത്തി, വെള്ളത്തിൻ്റെ ടേസ്റ്റിന് വ്യത്യാസപ്പെടുത്തി, വെള്ളത്തിൻ്റെ സ്മെല്ലിന്, മണത്തിനെ വ്യത്യാസപ്പെടുത്തി, ഏതെങ്കിലും ഒന്ന് ഉണ്ടായി, എന്നാലും അല്ലെങ്കിൽ ഒന്നും വ്യത്യാസപ്പെടുത്തിയില്ല, എന്നാലും ആ വെള്ളം മലിനജലമാണ്. അത് കളയണ്ട, നമുക്ക് മലിനജലം എന്താ പറ്റുക നോക്കാം. അതിനി കുറേ മലിനജലമുണ്ട്. നമ്മുടെ സുബൈർ ഖാൻ്റെ അടുത്ത് ഒരു 50 ലിറ്റർ മലിനജലമുണ്ട്, റാഷിദിൻ്റെ അടുത്ത് ഒരു 50 ലിറ്റർ വേറെ ഉണ്ട്. അങ്ങനെ ഓരോരുത്തരടുത്തും മലിനജലം കൂട്ടിയപ്പോൾ 500 ലിറ്റർ മലിനജലമുണ്ട്. അതൊക്കെ ഒന്നിച്ചു കൂട്ടിയപ്പോൾ ആ വെള്ളത്തിനൊരു കുഴപ്പമില്ല, എന്നാൽ ആ വെള്ളം തുഹൂറാണ്, വേറെ ഒരു സാധനം ചേർത്തിട്ടല്ല കേട്ടോ. അപ്പം മലിനജലമായി എന്നുള്ളത് കൊണ്ട് കളയണ്ട. അപ്പോൾ ഇതൊരു കോംപ്ലിക്കേഷൻ അല്ലേ? അത്ര നരസ് വീഴുമ്പോൾ തന്നെ, ചെറിയ നരസ് വീഴുമ്പോൾ തന്നെ എന്തൊരു കഷ്ടാണിത് എന്ന് ചിന്തിക്കണ്ട. വയുഫ, വിട്ടുവീഴ്ച ചെയ്യപ്പെടും, വിടുതി നൽകപ്പെടും, ഇളവ് നൽകപ്പെടും. അനിൽ യസീരി, കുറഞ്ഞതിനെ തൊട്ട്, കുറഞ്ഞ നരസിനെ തൊട്ട് ഇളവുണ്ട്. ആ കുറഞ്ഞ നരസ് എന്താവാം? മിനശ്ശഅരിൽ നജിസി, നജസായ രോമം. നജസായ രോമം കുറഞ്ഞത് വീണു, അത് വിട്ടുവീഴ്ച ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ആ വെള്ളത്തിനെ കൊണ്ട് വുളു എടുക്കുന്നതിനോ നജസിനെ ശുദ്ധീകരിക്കുന്നതിനോ കുഴപ്പമില്ല. പിന്നെ എന്തിനെ തൊട്ടും വിട്ടുവീഴ്ചയുണ്ട്? വഅനിൽ മൈത്തത്തി, ശവത്തിനെ തൊട്ടും വിട്ടുവീഴ്ചയുണ്ട്. എങ്ങനെയുള്ള ശവം? അല്ലത്തി ലാ നഫ്സ, രക്തമില്ല, ലഹ, ആ ശവത്തിനിക്ക്, സഇലത്തുൻ, ഒലിക്കുന്ന രക്തമില്ല. അതിനെ ഒരു വണ്ട്, ഉദാഹരണം പറയാം, വണ്ട്. അതിൻ്റെ ഒരു അവയവം നമ്മൾ വേർപെടുത്തി, ഒരു കാല് വേർപെടുത്തിയാൽ ശരീരത്തിൽ പുരളുന്ന ഒലിക്കുന്ന രക്തം ആ ജീവിക്കില്ല. അങ്ങനെയുള്ള ഒരു ജീവിയുടെ ശവം, അത് നജസാണല്ലോ, ആ നജസ് വെള്ളത്തിൽ വീണു, ആ വെള്ളത്തിൽ വിട്ടുവീഴ്ച ചെയ്യപ്പെടുന്നതാണ്, കുഴപ്പമില്ല. അതുകൊണ്ട് ശുദ്ധീകരണത്തിനും വുളു എടുക്കാനും നജസിനെ ശുദ്ധീകരിക്കുന്നതിനും പറ്റുന്നതാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? എവിടെ എല്ലാവരും പറയുന്നില്ലല്ലോ. ബഷീർക്ക, നാസർക്ക, ജക്കി, നിങ്ങൾ പറ. ഓക്കെ അല്ലേ? എവിടെ മനസ്സിലാവാത്ത പറയണേ. അപ്പോൾ കുറഞ്ഞ വെള്ളം, കുറഞ്ഞ ശുദ്ധജലം, തുഹൂറായ വെള്ളം, കൂടിയ മറ്റു ദ്രാവകങ്ങളും അല്ലെങ്കിൽ കുറഞ്ഞ മറ്റു ദ്രാവകങ്ങളും നജസ് വന്ന് ചേരൽ കൊണ്ട് തന്നെ മലിനമാകും. പോയൊക്കെ. പിന്നെ ഏത് നജസിനെ തൊട്ടും ഇളവുണ്ട്? വൻ നജാസത്തി, ഒരു നജസിനെ തൊട്ടും ഇളവ് നൽകപ്പെടും. അല്ലത്തി, എങ്ങനെയുള്ള നജസാണ്? ലായുദ്രിക്കുഹ, അതിനെ കണ്ടെടുക്കുകയില്ല. അത്വർഫു, കണ്ണ്. സാധാരണ കാഴ്ചയുള്ള ഒരാൾക്ക് കണ്ടെത്താൻ കഴിയാത്ത നജസ്, നല്ല പവറുള്ള കാഴ്ചയുള്ള ഒരാളുമല്ല, തീരെ പവറില്ലാത്ത കാഴ്ചയുള്ള ഒരാളുമല്ല. സാധാരണ ഒരു മനുഷ്യൻ്റെ കാഴ്ചയിൽ കണ്ടെത്തിക്കാത്ത നജസിനെയും ഇളവ് നൽകപ്പെടും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അതുപോലെ
വ മൻഫദി ത്വയ്രി, പക്ഷിയുടെ മലദ്വാരത്തിലുള്ള നജസ്. വൽ ഫഇരി, എലിയുടെ മലദ്വാരത്തിൽ, കാലുമൊക്കെയുള്ള തന്നെ ഒക്കെ പെടും, കാലും മലദ്വാരത്തിലൊക്കെയുള്ള കുറഞ്ഞ നജസ്സും, അതിനെ തൊട്ടൊക്കെ ഇളവുണ്ട്. മൻഫദ് എന്ന് പറഞ്ഞാൽ മലദ്വാരം, ത്വയ്ർ എന്ന് പറഞ്ഞാൽ പക്ഷി, ഫഅർ എന്ന് പറഞ്ഞാൽ എലി. അതുപോലെ വൽ യസീരി മിൻ ഗുബാരി സിർജീൻ, വളം ഉണ്ടല്ലോ, വളത്തിൻ്റെ പൊടി, ഗുബാർ എന്ന് പറഞ്ഞ പൊടി, അതിൽ നിന്നും കുറഞ്ഞത്. കർഷകരൊക്കെ ആവുന്ന സമയത്ത് അവരുടെ പാടത്തും അവരുടെ സ്ഥലങ്ങളിലൊക്കെ വളരും. അപ്പോൾ ചിലപ്പോൾ ചില കുറഞ്ഞ പൊടി വെള്ളത്തിലൊക്കെ ആവാനും അല്ലെങ്കിൽ ശരീരത്തിൽ തന്നെ ആവാനും വസ്ത്രത്തിലാവാനും ഒക്കെ സാധ്യതകളുണ്ട്. അതിനെ തൊട്ടൊക്കെ ഇളവ് നൽകപ്പെടും. തീരട്ടെ. വസുഇരിൽ ഹിറത്തി, പൂച്ചയുടെ വായിൽ ശേഷിക്കുന്നത്. സുഇർ എന്ന് പറഞ്ഞാൽ വായിൽ ബാക്കിയുള്ളത്. അൽ ഹിറത്തി, പൂച്ചൻ്റെ. അല്ലത്തി, എങ്ങനെയുള്ള പൂച്ചയാണ്? അകലത്ത് നജാസത്തൻ, ആ പൂച്ച ഒരു നജസ് ഭക്ഷിച്ചു, ഒരു ചത്ത എലിനെ തിന്നു പൂച്ച. പൂച്ചൻ്റെ വായിൽ അതിൻ്റെ അവശിഷ്ടങ്ങളുണ്ടാവും. ഫുമ്മ ഗാബത്ത് സമാനൻ, പിന്നെ കുറച്ച് സമയം പൂച്ച നമ്മുടെ കാഴ്ചയിൽ നിന്നും മറഞ്ഞു. വഹ്തുമില, സാധ്യതയുണ്ട് താനും, വുലൂഹുഹ, ആ പൂച്ച തലയിടൽ, ഫി കുല്ലത്തൈനി മിനൽമാ, വെള്ളത്തിൽ 2 കുല്ലത്ത് വെള്ളത്തിൽ തലയിടൽ സാധ്യത ഉണ്ടേനും, സൗകര്യം ഉണ്ടേനും. അപ്പുറത്ത് തന്നെ കുറച്ചപ്പുറത്തൊരു പുഴ ഉണ്ട്, പുഴയിൽ 2 കുല്ലത്തിലേറെ വെള്ളമുണ്ട്. പൂച്ച അവിടെ പോയിട്ട് വെള്ളം കുടിച്ചു വരാനുള്ള സാധ്യത ഉണ്ട് താനും. അത് വളരെ വിദൂരമായ സാധ്യതയാണെങ്കിലും ശരി. അങ്ങനെ പൂച്ചയുടെ വായിൽ ശേഷിക്കുന്ന നജസും ഈ കുറഞ്ഞ വെള്ളത്തിൽ ആയി. അതിൻ്റെ പൂച്ച തലട്ടു കുറഞ്ഞ വെള്ളത്തിൽ എന്ന് വിചാരിക്കുക. നജസ് ഭക്ഷിച്ച പൂച്ച, സാധ്യതയുണ്ട് ആ പൂച്ച പുറത്തു പോയി വലിയ കൂടുതൽ അളവുള്ള വെള്ളത്തിൽ പോയി തലട്ട് വെള്ളം കുടിക്കാനോ മറ്റോ സാധ്യത ഉണ്ട് താനും. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ തൊട്ടും ഇളവ് നൽകപ്പെടും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇവിടെ ഒന്നുകൂടി പറയാം. വയൻജുസുൽ മാഉൽ ഖലീലു വഗൈറുഹു മിനൽ മാഇ ആതി വലൗ ബിതക്മീലിഹി ഖുല്ലതൈനി ബിവുഖൂഇൻ നജാസതി ഫീഹി സവാഉൻ ഗയ്യറത്ഹു ഔ ലം തുഗയ്യിറുഹു. കുറഞ്ഞ വെള്ളവും മറ്റു അധികരിച്ച ദ്രാവകങ്ങളും അല്ലെങ്കിൽ കുറഞ്ഞ ദ്രാവകങ്ങളും നജസ് വീഴൽ കൊണ്ട് തന്നെ മലിനമാകും. ആ വെള്ളത്തിനെ വ്യത്യാസപ്പെടുത്തിയാലും വ്യത്യാസപ്പെടുത്തിയിട്ടില്ലെങ്കിലും സമമാണ്. വെള്ളത്തിന് നിറവ്യത്യാസമോ രുചി വ്യത്യാസമോ അതുപോലെ മണവ്യത്യാസമോ വേണമെന്നില്ല. അപ്പോൾ ചില കുറഞ്ഞ നജസുകൾ ഇളവ് നൽകപ്പെടും. കുറഞ്ഞ രോമം, നജസായ രോമം, ഒലിക്കുന്ന രക്തമില്ലാത്ത ജീവിയുടെ ശവം, ഈച്ച വീണു എന്ന് വെക്കുക. ഒരു ഗ്ലാസ്സിൽ ഈച്ച വീണു, വെള്ളത്തിൽ, ഗ്ലാസ് വെള്ളത്തിലോ ചായയിലോ. അപ്പോൾ ഒരു വട്ടം കൂടി ആ ഈച്ചയെ എന്ത് ചെയ്യുക? നമ്മൾ അതിൽ മുക്കിയിട്ട് എടുക്കുക. അത് കുഴപ്പമില്ല, ആ വെള്ളം നമുക്ക് കുടിക്കാൻ ഉപയോഗപ്പെടുത്താം. ഇത് വെള്ളത്തെ കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി ഉറച്ചൊരു വസ്തുവാണ്. നമ്മളിങ്ങനെ കോരിയാൽ പെട്ടെന്ന് തന്നെ വന്ന് കൂടിച്ചേരില്ല. ഇപ്പോൾ ഉദാഹരണം വെണ്ണ,
വെണ്ണയിൽ ഈ പറയപ്പെട്ടത് വീണു. അപ്പം നമ്മളതിനെ എടുത്ത് മാറ്റാനൊരു ജസ്റ്റ് ഒരു കോരലുണ്ടാവില്ലേ, അത് കോരിയെടുക്കുന്ന സമയത്ത് അത് പെട്ടെന്ന് തന്നെ വന്ന് മൂടൊന്നുമില്ല. അങ്ങനെയുള്ള സാധനങ്ങളാണെങ്കിൽ ആ വീണ സ്ഥലവും അതിൻ്റെ പരിസരവും എടുത്ത് കളഞ്ഞാൽ മതി. അത് ഉപയോഗിക്കും, മറ്റു ഭാഗങ്ങൾ ഉപയോഗിക്കാം, കുഴപ്പമില്ല. നേരെ മറിച്ച് വീണ് കഴിഞ്ഞാൽ പിന്നെ വെള്ളം കോരിയെടുക്കുമ്പോൾ അപ്പത്തിന് തന്നെ വന്ന് മൂടുന്ന രൂപത്തിലായിരിക്കും സാധാരണ വെള്ളം. ജ്യൂസാണെങ്കിലും മറ്റു വസ്തുക്കളാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ. അപ്പോൾ കുറഞ്ഞ രൂപത്തിലുള്ള രോമങ്ങൾ ഇളവ് നൽകപ്പെടും. ഒലിക്കുന്ന രക്തമില്ലാത്ത ജീവിയുടെ ശവത്തെ തൊട്ട് അളവ് നൽകപ്പെടും. സാധാരണ ഒരു മനുഷ്യൻ്റെ കാഴ്ചയിൽ കണ്ടെത്താത്ത നജസിനെ തൊട്ട് ഇളവ് നൽകപ്പെടും. എലിയുടെയും പക്ഷിയുടെയും മലദ്വാരങ്ങളിൽ കാലുകളിൽ ഉള്ള നജസിനെ തൊട്ട് ഇളവ് നൽകപ്പെടും. രാസവളങ്ങൾ മറ്റു വളങ്ങൾ പോലത്തെ അതിൻ്റെ പൊടി, കുറഞ്ഞ പൊടിയെ തൊട്ട് ഇളവ് നൽകപ്പെടും. ഒരു നജസ് ഭക്ഷണം ഭക്ഷിച്ച ഒരു പൂച്ചയുടെ വായയിൽ ഉള്ളതിനെ തൊട്ട് ഇളവ് നൽകപ്പെടും. അത് വേറെ വെള്ളത്തിൽ പോയി തലയിടാനും തിരിച്ചു വരാനും സാധ്യത ഉണ്ടായിരിക്കെ നേരെ നജസ് നിന്നിട്ട് നേരെ വന്നിട്ട് നമ്മുടെ അടുത്തുള്ള ബക്കറ്റിലുള്ള വെള്ളത്തിലെ തലയിട്ടിക്കുന്നത് നമുക്ക് ഉറപ്പാണ്, എന്നാൽ പിന്നെ പറ്റൂല, അത് ഇളവില്ല. ഓക്കെ അല്ലേ? ക്ലിയർ അല്ല? ഇനി ഫസ്ലുൻ, ഒരു ഫസ്ലാണ്, ഒരു അധ്യായമാണ്. ഫി ഹുക്മിൽ മായി, വെള്ളത്തിൻ്റെ വിധിയെക്കുറിച്ച് പറയുന്ന അധ്യായമാണ്. എങ്ങനത്തെ വെള്ളമാണ്, ഒരു വെള്ളത്തിൻ്റെ വിധി എന്താണ് എന്നതിനെക്കുറിച്ച് പറയുന്ന അധ്യായമാണ്. ഇദാ വഖഅതു ഫീഹി, ആ വെള്ളത്തിൽ വീണാൽ, നജാസത്തുൻ, നജസ് വീണാൽ, ഒരു വെള്ളത്തിൽ നജസ് വീണ് കഴിഞ്ഞാൽ ആ വെള്ളത്തിൻ്റെ വിധി എന്താണ് എന്നതിനെക്കുറിച്ച് പറയുന്ന അധ്യായമാണ് ഇനി പറയാൻ പോകുന്നത്. വഇദാ കാനൽ മാഉ, വെള്ളമായാൽ, ഖുല്ലത്തൈനി, രണ്ട് ഖുല്ലത്തുള്ളതായാൽ, അങ്ങനെ ഫവഖഅത്ത്, സംഭവിക്കുകയും ചെയ്തു, വീഴുകയും ചെയ്തു, ഫിഹി, ആ രണ്ട് കുല്ലത്ത് വെള്ളത്തിൽ വീണു, നജാസത്തുൻ, നജസ് വീണു. എന്നാൽ ഫലായൻജുസു, ആ വെള്ളം മലിനമാവുകയില്ല, ഇല്ല ഇദാ തഗയ്യറ, വ്യത്യാസം വന്നാൽ ഒഴികെ, ത്വഅമുഹു, ആ വെള്ളത്തിൻ്റെ രുചി വ്യത്യാസം വന്നാൽ ഒഴികെ. വെള്ളത്തിൻ്റെ രുചിക്ക് വ്യത്യാസം വന്നു എന്നാൽ ആ വെള്ളം മലിനജലമാണ്. ഔ ലൗനുഹു, അല്ലെങ്കിൽ ആ വെള്ളത്തിൻ്റെ നിറത്തിന് വ്യത്യാസം വന്നാൽ ഒഴികെ. ഔ റീഹുഹു, ആ വെള്ളത്തിൻ്റെ വാസനക്ക് വ്യത്യാസം വന്നാൽ ഒഴികെ. ഒരു നജസ് രണ്ട് കുല്ലത്ത് വെള്ളത്തിൽ വീണാൽ അതിൻ്റെ നിറത്തിനോ മണത്തിനോ രുചിക്കോ വ്യത്യാസം വന്നാൽ മാത്രമേ മലിനമാകൂ. എങ്ങനെയുള്ള വ്യത്യാസം? തഗയ്യുറൻ കസീറൻ ഔ യസീറൻ, അധികരിച്ച വ്യത്യാസവും അല്ലെങ്കിൽ കുറഞ്ഞ വ്യത്യാസവും. കുറഞ്ഞ വ്യത്യാസമാണ്, അധികരിച്ച വ്യത്യാസമാണ്, രണ്ടാണെങ്കിലും ആ വെള്ളം മലിനജലമാണ്. നജസ് വീണ വെള്ളത്തെക്കുറിച്ചാണ് പറഞ്ഞിട്ടോ. ത്വാഹിറായ വസ്തു വീണ് കഴിഞ്ഞാലുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. നജസ് വീണ് കഴിഞ്ഞാൽ ആ വെള്ളം മലിനജലമാണ്. പക്ഷെ അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, നേരത്തെ പറഞ്ഞ പോലെയല്ല. ആ വെള്ളത്തിൻ്റെ നിറ മണ ഗുണ സ്വഭാവങ്ങൾക്ക്
കുറഞ്ഞ രൂപത്തിലോ വലിയ രൂപത്തിലോ വ്യത്യാസം വന്നാൽ മാത്രമേ മലിനജലമാവുകയുള്ളൂ. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി പറയട്ടെ. വഇദാ സാലത്തഗയ്യുറു, ഈ വ്യത്യാസം നീങ്ങിപ്പോയാൽ, സാല നീങ്ങി, ഇദാ സാല എന്ന് പറഞ്ഞാൽ നീങ്ങിയാൽ, അത്തഗയ്യുറു ഈ വ്യത്യാസം നിറത്തിനോ മണത്തിനോ രുചിക്കോ ഉള്ള വ്യത്യാസം നീങ്ങിപ്പോയാൽ, ബിനഫ്സിഹി സ്വയം നീങ്ങിപ്പോയി, കുറച്ച് ഇതിനെക്കണ്ട് നീങ്ങിപ്പോയി. ഔബിമാഇൻ ത്വഹുറ, ഔബിമാഇൻ അല്ലെങ്കിൽ വെള്ളം കൊണ്ട് നീങ്ങിപ്പോയി, ശുദ്ധിയുള്ളൊരു വെള്ളം കൊണ്ട് നീങ്ങിപ്പോയി. എന്നാൽ ത്വഹുറ, ആ വെള്ളം ത്വഹൂറാണ്, ശുദ്ധിയുള്ളതാണ്. വെള്ളം ഒഴിച്ച്, കുറച്ചും കൂടി വെള്ളം ഒഴിച്ചപ്പോൾ ആ വെള്ളത്തിൻ്റെ വ്യത്യാസം നീങ്ങിപ്പോയി. അല്ലെങ്കിൽ സ്വയം കുറച്ച് കഴിഞ്ഞേക്ക് വ്യത്യാസം, അതിൻ്റെ നിറത്തിലൊരു വ്യത്യാസം ഉണ്ടായിരുന്ന നിറം മാറിപ്പോയി. സ്വയം, വേറെ എന്തെങ്കിലും വസ്തുക്കൾ ഇട്ടുകൊണ്ടൊന്നല്ല, വേറെ എന്തെങ്കിലും ചേർത്തിട്ടോ ഒന്നുമല്ല, അതിൻ്റെ വ്യത്യാസം നീങ്ങിപ്പോയി, സ്വയമായി നീങ്ങിപ്പോയി. അല്ലെങ്കിൽ വെള്ളം ഉപയോഗിച്ച്, വെള്ളം ഇട്ടു, വെള്ളം ഒഴിച്ചു കുറച്ച്, അപ്പോൾ അത് അതിൻ്റെ വ്യത്യാസം നീങ്ങിപ്പോയി. എന്നാൽ ആ വെള്ളം ത്വഹുറ, അത് ത്വഹൂറാണ്, ശുദ്ധിയുള്ളതാണ്. വലായത്തുഹുറു, വെള്ളം ശുദ്ധിയുള്ളതാവുകയില്ല. ഇദാ സാലത്ത് തഗയ്യുറു, തഗയ്യുറ് നീങ്ങിയാൽ, വ്യത്യാസം നീങ്ങിപ്പോയാൽ, ബിമിസ്കിൻ കസ്തൂരി ഇട്ടു, കസ്തൂരി കൊണ്ട് നീങ്ങിപ്പോയി, കുറച്ച് കസ്തൂരി അതിൽ ഒഴിച്ചു, അപ്പം അതിൻ്റെ നിറത്തിന് മണത്തിനൊരു വ്യത്യാസം ഉണ്ടായിരുന്നു, ആ കസ്തൂരി ഒഴിച്ചപ്പോൾ അത് നീങ്ങിപ്പോയി. ഔ സഅഫറാനിൻ, അല്ലെങ്കിൽ കുങ്കുമം, ഔ ജിസിൻ, അല്ലെങ്കിൽ ചുണ്ണാമ്പിട്ടു, ചുണ്ണാമ്പിട്ടു, ഔ തുറാബിൻ, അല്ലെങ്കിൽ മണ്ണിട്ടു. അപ്പം മണ്ണോ ചുണ്ണാമ്പോ സഅഫറാനോ മിസ്കോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വസ്തുക്കൾ, രാസവസ്തുക്കളോ എന്തെങ്കിലും അതിൽ മിക്സ് ചെയ്തിട്ടു. അങ്ങനെ ആ വെള്ളത്തിൻ്റെ വ്യത്യാസം നീങ്ങിപ്പോയി, സ്വയമല്ല, ഒറിജിനൽ ത്വഹൂറായ വെള്ളം ഉപയോഗിച്ചുകൊണ്ടും അല്ല, വെള്ളത്തിന് കൂട്ടത്തിൽ പെടാത്ത പുറത്തുള്ളൊരു വസ്തു ഇട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ വെള്ളത്തിൻ്റെ വ്യത്യാസം നീങ്ങിപ്പോയിട്ടുള്ളത്. എന്നാൽ ആ വെള്ളം ത്വഹൂറല്ല, അത് ഒരു പക്ഷേ ഈ വസ്തു അതിൻ്റെ നജസ് അതിൻ്റെ സ്മെല്ല് മറച്ചു വെച്ചതായിരിക്കും. സ്മെല്ല് അവിടെ ഓൾറെഡി ഉണ്ട്, അതിനേക്കാളും സ്മെല്ല് ഇതിനുണ്ടായതുകൊണ്ട് സ്മെല്ല് തോന്നിയതാണ്, മറ്റേ സ്മെല്ല് പോയിട്ടല്ല. അതിനേക്കാൾ സ്മെല്ല്, ഈ സ്മെല്ല് കൂടിയപ്പോൾ, മിസ്കിൻ്റെ സ്മെല്ലായപ്പോൾ അത് മറച്ചു വെച്ചതാണ്, അതിനെ തടഞ്ഞു വെച്ചതാണ്. അപ്പോൾ അതിൻ്റെ കുറവിനെ അതെന്താക്കിയിട്ടില്ല, നീങ്ങിപ്പോയിട്ടില്ല. അതുകൊണ്ടാണ് പുറമേ ഉള്ള വസ്തു ആ വെള്ളത്തിൽ ഇട്ടു കഴിഞ്ഞാൽ അങ്ങനെ അതിൻ്റെ പകർച്ച, വ്യത്യാസം വരൽ നീങ്ങിപ്പോയാൽ ആ വെള്ളം ത്വഹൂറ് അല്ല. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? അത്രയേ ഉള്ളൂ.